എവിടെയെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതും നന്മയ്ക്കായി മാറും. കാരണം അതിനകത്തൊരു പണി നടക്കും. എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്നു എന്ന തോന്നൽ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നന്മയ്ക്കായിരുന്നു, അവന്റെ മഹത്വം കാണും. പതിനെട്ടാമത്തെ സങ്കീർത്തനം 2-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷകനായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. കർത്താവിനെ കരമുയർത്തി എന്ന് സ്തുതിച്ചാട്ട്. 1-ാം വാക്യം കൂടെ എങ്ങനെയാണ്? എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവം വിടുതലിൻ്റെ ദൈവമാണ്. പക്ഷെ ആർക്കെന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. 1-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ആൻസർ ഉണ്ട്. ആർക്കാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ആരാണോ ദൈവത്തെ സ്നേഹിക്കുന്നത് അവർക്ക് ഈ 2-ാം വാക്യത്തിൽ പറഞ്ഞ സകല പ്രോമിസുകളും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ്, അവർക്കുള്ളതാണ്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ടെ. കർത്താവേ, ഇന്ന് പകലൊന്ന് സമർപ്പണത്തോടെ വചനചിന്തയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ദൈവസന്നിധി പറയാം. ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ചേർന്ന് പറഞ്ഞ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. പരിസരം മറന്നൊന്ന് പറഞ്ഞേ, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർ കേട്ടോണം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ചേർന്ന് പറഞ്ഞ്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും ജീവിതത്തിന്റെ മേഖലകളിൽ എന്തൊക്കെ അഭിമുഖീകരിക്കുന്നു അതെല്ലാം, ജീവിതത്തിന്റെ മേഖലകളിൽ എന്തൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ടോ അവിടെ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇയ്യോബിനോട് ചോദിച്ചാൽ പറയും, ഞാൻ തീക്കകത്താ കിടക്കുന്നത്, പക്ഷെ അധിക ദിവസം ഇതിനകത്ത് കിടക്കത്തില്ല, ഒരു പൊന്നുപോലെ പുറത്തു വരും. എങ്ങനെയാ? അതിലെ സകല അശുദ്ധികളും മാറി ഒരു പൊന്നുപോലെ പുറത്തു വരാൻ ഈ തീക്കകത്ത് ഞാൻ കിടക്കുകയാണെന്ന് ഇയ്യോബിനറിയാം. ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ഒരു ദുരനുഭവങ്ങൾ ഒന്നും തിന്മയ്ക്കല്ല, നന്മയ്ക്കായിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും, ആ വാക്കങ്ങ് മുറുകെ പിടിക്കണം, സകലതും നന്മയ്ക്ക്. എവിടെയെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതും നന്മയ്ക്കായി മാറും. കാരണം അതിനകത്തൊരു പണി നടക്കും. എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്നു എന്ന തോന്നൽ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നന്മയ്ക്കായിരുന്നു, അവന്റെ മഹത്വം കാണും. എവിടെയെങ്കിലും ഡിലേ ആയെന്ന് തോന്നി, വിഷയത്തിന്റെ മേൽ വൈകിയല്ലോ, മറുപടി വൈകിയല്ലോ എന്ന് തോന്നിയാൽ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഓർത്തോ, അവിടെയും ദൈവത്തിന്റെ മഹത്വം കാണും.